നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിടും മുമ്പ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് തകർന്നു. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പ്രവൃത്തിയിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യം. ക്ലൈമാക്സിൽ ആനയുടെ വിരണ്ടോട്ടം. തൃശൂർ പൂരം എഴുന്നള്ളിപ്പിലെത്തിച്ച ആന പുലർച്ചെ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. ഇടഞ്ഞത് ഊട്ടോളി രാമൻ. തിക്കിലും തിരക്കിലും 40-ലേറെ പേർക്ക് നിസ്സാര പരിക്ക്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ തിരിച്ചടി ആഘോഷമാക്കി പാലക്കാടൻ ജനത. നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ. പാകിസ്ഥാനെതിരായ തിരിച്ചടി പാലക്കാട്ടെ ദേശസ്നേഹികൾ ആഘോഷമാക്കിയത് ത്രിവർണ്ണ പതാക ഏന്തിയും മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചു. വാർത്തകൾ വിശദമായി. ഓങ്ങല്ലൂർ കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. റോഡിന്റെ തകർച്ച ആരോപിച്ച പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്തെത്തി. റോഡിന്റെ തകർച്ച കരാറുകാരനെ കൊണ്ട് തന്നെ പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് ഭാഗത്തു നിന്ന് കാരക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് തകർച്ച നേരിട്ടതിനെ തുടർന്നാണ് കോൺക്രീറ്റ് പ്രവൃത്തികൾ നടത്തിയത്. 200 മീറ്ററാണ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. റെയിൽവേ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തിയത്. എന്നാൽ 2 മാസം പൂർത്തിയാകും മുമ്പ് റോഡിന്റെ പല ഭാഗത്തും തകർച്ച രൂപപ്പെട്ടു തുടങ്ങി. കോൺക്രീറ്റ് അടർന്ന് കുഴികൾ രൂപപ്പെടുന്ന സ്ഥിതിയാണിവിടെ. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററെ വിഷയം ധരിപ്പിച്ചിരുന്നു. വിഷയം കരാറുകാരനെ ധരിപ്പിക്കാൻ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാൻ തയ്യാറായില്ല. കോൺക്രീറ്റ് റോഡ് തകർച്ച കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലാണ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് 2018 ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കണമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ച് റെസൊല്യൂഷൻ എടുക്കുകയും അധികാരികളോട് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ അത് റെയിൽവേയുടെ സ്ഥലമാണ്, അവിടെ റോഡിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പദ്ധതി അന്ന് ഉപേക്ഷിച്ചതാണ്. അപ്പോഴാണ് റെയിൽവേയുടെ കാരക്കാട് സ്റ്റേഷൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ റോഡ് അവർ പണിയെടുക്കുകയും ജനങ്ങൾക്കധികം വളരെയധികം സന്തോഷമുണ്ടാകുകയും ചെയ്തു. പക്ഷേ ഇത് പണി കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളമായിട്ടില്ല. 200ഓളം മീറ്റർ റോഡാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ കോൺക്രീറ്റ് ചെയ്ത മുഴുവൻ ഭാഗങ്ങളും അടർന്നുപോയി കല്ല് പുറത്തു വന്നിരിക്കുകയാണ്. PK അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ്, ഇമ്പിച്ചിമണി, ഗോപൻ കാരക്കാട്, ഷാഫി കാരക്കാട്, EK സലീം, മണികണ്ഠൻ സലീം തുടങ്ങിയവർ സംസാരിച്ചു. കാരക്കാട് നിന്ന് ഓങ്ങല്ലൂർ ഭാഗത്തേക്ക് എളുപ്പമാർഗം എത്താവുന്ന റോഡ് കൂടിയാണ് കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ്. കരാറുകാരനെ കൊണ്ട് തന്നെ തകർച്ച പരിഹരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പൂരം എഴുന്നള്ളിപ്പിനെത്തിച്ച ആന വിരണ്ടോടി. ഊട്ടോളി രാമൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ആന ഓടിയതോടെ തിക്കിലും തിരക്കിലും പെട്ട് 42ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പുലർച്ചെ വെടിക്കെട്ട് കാണാൻ നിരവധി ആളുകൾ നഗരത്തിൽ കാത്തുനിൽക്കുന്നതിനിടെയാണ് ആന ഓടിയത്. സ്വരാജ് റൗണ്ടിലൂടെ ഓടിയ ആന പിന്നീട് പാണ്ഡ്യ സമൂഹം മഠം MG റോഡിലേക്കുള്ള വഴിയിലേക്ക് ഓടി. ആന ഓടുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾക്ക് നിസ്സാര പരിക്കേറ്റത്. ആന ഓടിയതോടെ അല്പസമയത്തേക്ക് സ്ഥലത്ത് പരിഭ്രാന്തിയുണ്ടായി. വിവരമറിഞ്ഞെത്തിയ എലഫന്റ് സ്ക്വാഡ് ഉടൻ ആനയെ നിയന്ത്രണ വിധേയമാക്കി. റവന്യൂ മന്ത്രി K രാജൻ കൺട്രോൾ റൂമിലിരുന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകി. പരിക്കേറ്റവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി ജില്ലാ ആശുപത്രി സന്ദർശിച്ചു. അതിനെ തുടർന്ന് 42 പേര് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. സംവിധാനങ്ങളെല്ലാം കൃത്യമായി കൺട്രോൾഡാണ്. സമയത്ത് തന്നെ പോലീസും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളെല്ലാവരും കൺട്രോൾ റൂമിലുണ്ടായതുകൊണ്ട് അപ്പോൾ തന്നെ നോക്കി എല്ലാ വിധത്തിലുള്ള കാഷ്വാലിറ്റികളും ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടി സ്വീകരിച്ചു. ആനയെ തളയ്ക്കാൻ അതിവേഗം എലിഫന്റ് സ്ക്വാഡിന് പോകാൻ കഴിഞ്ഞു. എല്ലാ വശത്തും ആംബുലൻസുകളും വിവിധ സന്നദ്ധ പ്രവർത്തകരും രംഗത്തിറങ്ങി. 42 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ തിരിച്ചടി ആഘോഷമാക്കി പാലക്കാട്ടെ ദേശസ്നേഹികൾ. ത്രിവർണ്ണ പതാക ഏന്തിയും മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമാണ് ഭീകരയ്ക്കെതിരായ ഇന്ത്യയുടെ നീക്കം പാലക്കാട്ടുകാർ ആഘോഷമാക്കിയത്. പാലക്കാട് നഗരത്തിൽ വലിയങ്ങാടി, മേലാമുറി ഭാഗങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു.
സംസ്ഥാന സർക്കാർ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട്ട് പ്രദർശനവും വിപണന സെമിനാറുകളും സംഘടിപ്പിച്ചു. സ്റ്റേഡിയം സ്റ്റാൻഡിന് സമീപം നടന്ന എൻ്റെ കേരളം 2025 മേളയുടെ ഭാഗമായി സെമിനാർ നടത്തിയത്. കൃത്യത, കൃഷി സാധ്യതകളും പ്രയോഗവും എന്ന വിഷയത്തിൽ രാവിലെ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാർ ആത്മ പ്രൊജക്ട് ഡയറക്ടർ PA ഷീന ഉദ്ഘാടനം ചെയ്തു. കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുഹാസ്, തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ S സജീന, ഡെപ്യൂട്ടി ഡയറക്ടർ SP മഞ്ജു തുടങ്ങിയവർ നേതൃത്വം നൽകി. 100ഓളം കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഉച്ചയ്ക്ക് നടന്ന സെമിനാർ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP അഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രി ജനറൽ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ മനോജ് PG, പൊതുജനാരോഗ്യ നിയമം 2023 എന്ന വിഷയത്തിൽ റിട്ടയർഡ് ടെക്നിക്കൽ അസിസ്റ്റന്റ് PK രാജു എന്നിവർ ക്ലാസുകൾ നയിച്ചു. കേരള വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി MU അനന്തൻ, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ രജീന രാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കൈമക്കുന്നത്ത് കാവ് പാരമ്പര്യ ട്രസ്റ്റി ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിന്റെയും ആചാരലംഘനത്തിന്റെയും അഴിമതിയുടെയും കൈകളിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെയ് 8-ന് ട്രസ്റ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം ഭരണസമിതി ജനകീയമാക്കണമെന്നും ആവശ്യം. 100 കണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മണ്ണൂർ കൂട്ടുമുക്കിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുക്കുമെന്നും അറിയിച്ചു. ട്രസ്റ്റിനെക്കുറിച്ച് കൂടുതൽ പരാതിയുമായി മുൻ മൂപ്പിൽ നായരുടെ മകൾ രാജലക്ഷ്മിയും രംഗത്തെത്തി. ക്ഷേത്രം ചെമ്പോല പൊതിയാനും മറ്റു നവീകരണത്തിനുമായി 2009-ൽ ഏകദേശം 25 ലക്ഷത്തോളം രൂപ നൽകിയിരുന്നതായും ഇവർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ശ്രീകോവിൽ ചോർച്ചയിലാണ്. ശരിയാം വിധം പ്രവർത്തികൾ നടത്തിയിട്ടില്ലെന്നും അന്വേഷണം നടത്തണമെന്നും സമരക്കാർക്ക് പിന്തുണ നൽകുമെന്നും അറിയിച്ചു. ശ്രീകോവിലിൽ ചെമ്പോല പതിച്ചത് അത് ചെമ്പോലയ്ക്ക് പകരം ഇരുമ്പാണോ എന്നുകൂടി സംശയമുണ്ടെന്നും ഇതും അന്വേഷിക്കണമെന്നും രാജലക്ഷ്മി പറഞ്ഞു. വകുപ്പ് മന്ത്രിക്കും ദേവസ്വം ബോർഡിനും പരാതി നൽകുമെന്നും അവർ അറിയിച്ചു. പിന്നെ മറ്റത് കൊടുത്തത് ഒരു മുഖംമൂടിയാണ്, മുഖത്തിൽ ധരിക്കാൻ ഒരു സ്വർണത്തിന്റെയാണ് കൊടുത്തത്. അതില് ഭഗവതിയുടെ കൃപ ഒന്നും ചേഞ്ച് വന്നിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഇത് പിന്നെയാണ് മനസ്സിലായത്, ഇരുമ്പിന്റെ പോലെ കളറായിരിക്കുന്നു ചെമ്പ്. അതൊക്കെ കളറ് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെമ്പിലാരും കളറ് കൊടുക്കാറില്ല. അതിപ്പോൾ ചെമ്പിൽ കളറ് കൊടുക്കണം. അതും പോട്ടെ, അതിന് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു. പക്ഷേ ആ ഭഗവതി ഇരുന്ന് വെള്ളം വീണ് ഭഗവതി ഇരിക്കുന്ന സ്ഥലത്ത് നിറയെ ചളിയും ഇതും ഒക്കെ ആയിട്ട് ആ ഭഗവതി അതിലാണ് 12 വർഷമായിട്ട് ഇരിക്കുന്നത്. ഭക്തജന കൂട്ടായ്മയുടെ സംഘാടകരായ തങ്കപ്പൻ, PC പ്രീതത്ത്, ഹരിനാരായണൻ, ദിവൈ കേരളശ്ശേരി, A കൃഷ്ണദാസ്, ഭഗത്, ഓമനക്കുട്ടൻ, രവി പള്ളിയാൽ എന്നിവരും പങ്കെടുത്തു. അമ്പലത്തിലെ ചെമ്പോല പൊതിയാൻ വേണ്ടി ആ അമ്പലത്തിന്റെ തന്നെ ഒരു അവകാശിയായിട്ടുള്ള രാജലക്ഷ്മി ചേച്ചി വലിയ ഒരു സാമ്പത്തികം മുടക്കുകയും അത് അവർ അമ്പലത്തോട് അവർക്കുണ്ടായിരുന്ന വിശ്വാസത്തെ വ്രണപ്പെടുകയും അവരുദ്ദേശ രീതിയിലല്ല കാര്യങ്ങൾ നടന്നതെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് പരാതി കൊടുക്കുകയും അന്വേഷിക്കുകയും ചെയ്തതാണ്. എന്നാൽ അതെല്ലാം തന്നെ മൂടിവെക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ കല്ലൂർ അയ്യങ്കോട് റോഡരികിലെ കാനയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളനിക്കോട് വട്ടക്കൊട്ടാഴി സ്വദേശി 67 വയസ്സുള്ള വർഗീസാണ് മരിച്ചത്. രാവിലെ വഴിയാത്രക്കാരാണ് കാനയിൽ മൃതദേഹം കണ്ടത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വർഗീസ് വീട്ടിൽ നിന്ന് പോയതാണെന്ന് പറയുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. കുളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 18ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം തുടരുന്നു. മെയ് 4-ന് ആരംഭിച്ച പ്രതിഷ്ഠാദിനാഘോഷം 8-ന് സമാപിക്കും. വിശേഷ പൂജകൾ, സംഗീതോത്സവം, സമ്പൂർണ്ണ നാരായണീയം തുടങ്ങിയ പരിപാടികളോടെയാണ് കുളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം. മെയ് 8-നാണ് പ്രതിഷ്ഠാദിനം. അനുബന്ധമായി 4-ന് തന്നെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. നിത്യവും വൈകിട്ട് 7-ന് നടക്കുന്ന കുളപ്പുള്ളി സംഗീതോത്സവം സംഗീത പ്രേമികളുടെ മനം കവർന്നു കഴിഞ്ഞു. 4-ന് പത്മശ്രീ കന്യാകുമാരിയുടെ വയലിൻ കച്ചേരി, തിങ്കളാഴ്ച ജയശ്രീ വൈദ്യനാഥൻ്റെ വായ്പാട്ട്, ചൊവ്വാഴ്ച തില്ലസ്ഥാനം സഹോദരിമാരുടെ വായ്പാട്ട് എന്നിവ അരങ്ങിലെത്തി.
എങ്ങും നിലവായിരിക്കും കാർന്ന കാരുണ്യരസാമൃതത്തെ കാവ്യോജ്വലം മാലമതാക്കി മാറ്റി സ്ഥാപിച്ച ഭക്താർപ്പണം. വ്യാഴാഴ്ച ആഘോഷത്തിന് സമാപനമാകും. ബാലസ്വാമി നയിക്കുന്ന ഗീതാ നാരായണീയ സത്സംഗം, ഇരട്ടമ്പലം മാതൃസമിതി തുടങ്ങി വിവിധ സമിതികളുടെ നാരായണീയ പാരായണം, പാഞ്ഞാൾ വേലുക്കുട്ടിയുടെ പഞ്ചവാദ്യം തുടങ്ങിയ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്തർ സംഗമിച്ച് നാമസങ്കീർത്തനം നടത്തണം. നാമസങ്കീർത്തനം വെച്ച സർവഭാവ പ്രഭാഷണങ്ങൾ പറഞ്ഞെങ്കിലും ഭാഗവത്തിൽ പറഞ്ഞെങ്കിലും വെറുതല്ല. ആദ്യകാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കലിയുഗത്തിൽ നമ്മൾ പല ഭാഗത്തേക്ക് പോകുന്ന അറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ക്ഷേത്രസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 3 ഗ്രൂപ്പുണ്ട്. സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ സന്നിധിയിലുള്ള സുജാത ചേച്ചി ഗ്രൂപ്പ് എന്തെങ്കിലും കഴിഞ്ഞ വർഷം ഒന്നും വായിക്കുന്നില്ല, വായിക്കാൻ വരാന്ന് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. MSFIയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ഇന്ന് വൈകുന്നേരം ഷൊർണൂർ KVR ഹൈസ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുക. 50 വയസ്സിനും 70 വയസ്സിനും ഇടെ പ്രായമുള്ളവരാണ് സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ജേഴ്സി അണിയുക. ലഹരിക്കെതിരെ ഫുട്ബോളാണ് ലഹരി എന്ന ആശയവുമായാണ് മുൻ താരങ്ങൾ കളത്തിലിറങ്ങുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. MSFIയുടെ കീഴിൽ 50 വയസ്സിനും 69 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള വിവിധ താരങ്ങൾ വിവിധ ക്ലബ്ബുകളിൽ കളിക്കുന്ന ഫുട്ബോൾ താരങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയാണ്, സൗഹൃദ മത്സരമാണ് 7-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് KVR ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത്. എല്ലാവരുടെയും മാന്യമായ സാന്നിധ്യം സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഫുട്ബോളാണ് ലഹരി, വിവിധ മൈതാനങ്ങൾ, വിവിധ കലാമത്സരങ്ങളാകട്ടെ നമ്മുടെ ലഹരി എന്ന മുദ്രാവാക്യവുമായി MSFIയുടെ 50+ താരങ്ങൾ നടത്തുന്ന മത്സരങ്ങളാണ് ഇവിടെ 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നടത്തുന്നത്. എല്ലാവരുടെയും മാനവീയ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. തെരഞ്ഞെടുപ്പിൽ BJP ഒഴികെ ഏത് പാർട്ടി ചർച്ചയ്ക്ക് വന്നാലും വാതിൽ തുറന്നിരിക്കുന്നുവെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരി. വെൽഫെയർ പാർട്ടി സംസ്ഥാന പദയാത്ര ഒറ്റപ്പാലത്തെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു റസാഖ് പലേരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് റസാഖ് പാലേരി പറഞ്ഞു. അതിന് പാർട്ടി സജ്ജമാണ്. സാഹചര്യത്തിൽ മാറ്റം വരുത്താനും പാർട്ടി തയ്യാറാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ പ്രാദേശികമായി ഏതു മുന്നണിക്കൊപ്പം നിൽക്കാനും വെൽഫെയർ പാർട്ടി ഒരുക്കമാണെന്നും റസാഖ് പാലേരി പറഞ്ഞു. CPMന്റെ ചില നിലപാടുകളിൽ മാറ്റം വരണം. UDFO LDFO ചർച്ചയ്ക്ക് വന്നാൽ വാതിൽ തുറന്നു തന്നെ ഇരിക്കുമെന്ന് റസാഖ് പാലേരി കൂട്ടിച്ചേർത്തു. ആദ്യ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ LDFുമായി തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് നടത്തി ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി പ്രിയപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സഖാവായിരുന്നു ആ ചർച്ചകൾക്കും മറ്റും നേതൃത്വം കൊടുത്തത്. അങ്ങനെ കുറേയധികം പഞ്ചായത്തുകളിൽ ഒരുമിച്ച് മത്സരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. 45 ഇടങ്ങളിലായിരുന്നു ഞങ്ങളന്ന് വിജയിച്ചത്. അതിലധികവും CPMുമായുള്ള ധാരണയാണ് LDF ഉണ്ടായിരുന്നത്. പിന്നീട് 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ എന്ന ഒരു വിശാല സഖ്യം രൂപപ്പെട്ടിരുന്നില്ല. അത്തരം ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. വിശാലമായ ഒരു രാഷ്ട്രീയ ഐക്യനിര രാജ്യത്തുണ്ടായി വരണം. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായി ഞങ്ങൾ സംവദിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത്തരം ഒരു ഐക്യനിര രൂപപ്പെട്ടിരുന്നു. ആ സന്ദർഭത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുക എന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെ പിന്തുണച്ചു. അതിൻ്റെ ഭാഗമായി 2019 UDFിനെയായിരുന്നു വെൽഫെയർ പാർട്ടി പിന്തുണച്ചത്. അതിനുശേഷമാണ് CPM വലിയ കടന്നാക്രമണം വെൽഫെയർ പാർട്ടിക്കെതിരെ നടത്തിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റക്ക് മത്സരിച്ചിട്ടുണ്ട്, UDFുമായി ചേർന്ന് മത്സരിച്ചു. വളരെ കുറഞ്ഞ ഇടങ്ങളിൽ LDFുമായി സീറ്റ് ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകൾക്ക് അനുകൂലമായ നിലപാടാണ് വെൽഫെയർ പാർട്ടിക്കുള്ളത്. മുന്നണി രാഷ്ട്രീയവുമായി പുറംതിരിഞ്ഞ് നിൽക്കാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. LDFുമായും UDFുമായും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട്. വരും കാലങ്ങളിലും അത്തരം ചർച്ചകൾ തുടരും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായവുമോ ഒന്നുമല്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഏറെ നാളത്തെ ദുരിതത്തിനും കാത്തിരിപ്പിനുമൊടുവിൽ മണ്ണൂർ കിഴക്കുംപുറം പള്ളിത്തറ റോഡിന് ശാപമോക്ഷമാകുന്നു. 90 ലക്ഷം രൂപ ചെലവിൽ 2.5 കിലോമീറ്റർ ദൂരമാണ് നവീകരണ പ്രവർത്തികൾ നടക്കുക. 50 ലക്ഷത്തോളം MLA ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 10 ലക്ഷവും
മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് 30 ലക്ഷം മുടക്കിയാണ് റോഡ് നവീകരണം. വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റും മറ്റു ഭാഗങ്ങളിൽ ടാറിങ്ങും നടത്തിയാണ് നവീകരണം. 4, 5, 6, 7 വാർഡുകളെ ബന്ധിപ്പിക്കുന്നതും മണ്ണൂരിൽ നിന്നും മങ്കര കൂട്ടുപാതയെത്താനുള്ള എളുപ്പമാർഗം കൂടിയാണിത്. ജൽജീവൻ മിഷന്റെ പൈപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റോഡ് തകർന്നത്. 2 വർഷമായി ജനങ്ങൾ ദുരിതം പേറുകയാണ്. പ്രവർത്തികൾ നടക്കുന്നതിനാൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഭാഗികമായും തുടർന്നങ്ങോട്ട് ഏകദേശം 1 മാസത്തോളം ഈ വഴി പൂർണ്ണമായും റോഡ് അടച്ചിടുമെന്നും ജനങ്ങളും വാഹനയാത്രക്കാരും സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിതയും വാർഡംഗം VM അൻവർ സാദിഖും ആവശ്യപ്പെട്ടു. എന്തായാലും നാളെയും മറ്റന്നാളുമായി ഈ റോഡ് ഭാഗികമായും അത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും അടച്ചിടും. ഏകദേശം 1 മാസത്തോളം നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടതിനുള്ള സമയം ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മുടെ ഈ റോഡ് പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ സഹകരിച്ചു പരമാവധി. അതുപോലെ തന്നെ ഈ 1 മാസത്തോളം മുഴുവൻ ആളുകളും സഹകരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എല്ലാ ആളുകളോടും പറയാനുള്ളത്. എല്ലാവരും ഈ റോഡ് പണി കഴിയുന്നത് വരെ പൂർണ്ണമായി വാഹനങ്ങളെല്ലാം തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിയിലൂടെ വാഹനങ്ങളെല്ലാം പോയി ഈ റോഡിന് തടസ്സമാകാത്ത രീതിയിൽ എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിടും മുമ്പ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് തകർന്നു. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പ്രവൃത്തിയിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യം. ക്ലൈമാക്സിൽ ആനയുടെ വിരണ്ടോട്ടം. തൃശൂർ പൂരം എഴുന്നള്ളിപ്പിലെത്തിച്ച ആന പുലർച്ചെ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. ഇടഞ്ഞത് ഊട്ടോളി രാമൻ. തിക്കിലും തിരക്കിലും 40-ലേറെ പേർക്ക് നിസ്സാര പരിക്ക്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ തിരിച്ചടി ആഘോഷമാക്കി പാലക്കാടൻ ജനത. നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ. പാകിസ്ഥാനെതിരായ തിരിച്ചടി പാലക്കാട്ടെ ദേശസ്നേഹികൾ ആഘോഷമാക്കിയത് ത്രിവർണ്ണ പതാക ഏന്തിയും മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.